പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൂന്നാം വട്ടവും അധികാരത്തിൽ വരും എന്ന ഏതാണ്ട് എല്ലാ സർവേകളും ഒരുമിച്ച് പറയുമ്പോൾ തന്നെ മോദിക്ക് ശേഷം ആരെ, മോദിയുടെ പിൻഗാമി ആരെ എന്നൊരു ചോദ്യവും വലിയ രീതിയിൽ ഉയരുന്നുണ്ട്. BJP പ്രവർത്തകരുടെ പൊതുവായ ഒരു വികാരവും അവരുടെ ആഗ്രഹവും യോഗി ആദിത്യനാഥ് മോദിക്ക് പിൻഗാമിയായി എത്തുമെന്നാണ്. പക്ഷേ രാജ്യത്തെ ജനം എന്തു പറയുന്നു എന്നുള്ളത് ഒരു സർവേ ഇന്ത്യ ടുഡേ മൂഡ് ഓഫ് നേഷൻസ് കഴിഞ്ഞ ദിവസം നടത്തുകയുണ്ടായി. അവർ വ്യക്തമായി തന്നെ ഓരോ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെയാണ് ആരായിരിക്കും പിൻഗാമി എന്ന് പറയുന്നത്. അത് സാധാരണ BJP പ്രവർത്തകർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന യോഗി മോദിയുടെ പിൻഗാമിയായി വരും എന്നാണ്. എന്നാൽ യോഗിയല്ല എത്തുന്നത്, പകരം അമിത്ഷായ്ക്കാണ് ഏറ്റവും കൂടുതൽ പിന്തുണ ലഭിച്ചിരിക്കുന്നത്. 29% പേരാണ് മോദിക്ക് പിൻഗാമിയായി അമിത്ഷാ വരണമെന്ന് ആഗ്രഹിക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം പാർട്ടിയുടെ വളർച്ചയ്ക്ക് ഏറ്റവും കൂടുതൽ ഉത്തേജനം നൽകിയതും പ്രവർത്തിക്കുന്നതും അമിത്ഷായാണ്. അതുപോലെ തന്നെ കൃത്യമായി കാര്യങ്ങൾ പറയുകയും അത് നടപ്പാക്കുകയും ചെയ്യുന്ന ശക്തനായ ഒരു നേതാവാണ് അമിത്ഷായെ എന്നുകൂടി അവർ പറയുന്നു. അമിത്ഷാ പാർട്ടിയിലെ ചാണക്യനാണ് എന്നുകൂടി ജനം പറയുന്നുണ്ട്. രണ്ടാമത് വരുന്നത് യോഗിയാണ്. 25% പേരാണ് യോഗി ആദിത്യനാഥിനെ പിന്തുണയ്ക്കുന്നത്. അതിന് പ്രധാനമായ കാരണം UP-യിലെ വികസന കുതിപ്പും ഒപ്പം തന്നെ ക്രമസമാധാന നിലയിൽ UP-ക്ക് കൈവരിക്കാൻ കഴിഞ്ഞ നേട്ടവുമാണ് യോഗിക്ക് 25% പിന്തുണയിലേക്ക് എത്തിയിരിക്കുന്നത്. 16% വരുന്നത് നിതിൻ ഗഡ്കരിക്കാണ്. അദ്ദേഹത്തിൻ്റെ ഗതാഗത രംഗത്തെ വികസനവും പ്രതിപക്ഷത്തിൻ്റെ പോലും കയ്യടി നേടുന്ന നേതാവാണ് നിതിൻ ഗഡ്കരി എന്നാണ് ജനങ്ങൾ പറയുന്നത്. ഏതായാലും പുതിയ സർവേ ഫലം ഇത്തരത്തിലാണ് ഇന്ത്യയിലെ ജനങ്ങൾ ചിന്തിക്കുന്നത്. മോദിക്ക് ശേഷം അമിത്ഷാ വരണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ശക്തനായ ഒരു ഭരണാധികാരിയാണ് അമിത്ഷാ എന്ന് അക്കമിട്ട് ഓരോ കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. ഒപ്പം തന്നെ രണ്ടാമത്തെ സ്ഥാനം നിൽക്കുന്നത് 25% പിന്തുണയോടുകൂടി നിൽക്കുന്ന യോഗി ആദിത്യനാഥാണ്. അദ്ദേഹത്തിൻ്റെ UP-യിലെ ഭരണ മികവാണ് എടുത്തു പറയുന്നത്. മൂന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് നിതിൻ ഗഡ്കരിയാണ്. നമുക്ക് തന്നെ അറിയാം, പ്രതിപക്ഷത്തിന് പോലും അഭിപ്രായ വ്യത്യാസമില്ലാതെ ഇല്ലെങ്കിൽ അഭിനന്ദിക്കുന്ന ഒരു നേതാവ് കൂടിയാണ് നിതിൻ ഗഡ്കരി. അങ്ങനെ 3 പേരുടെ പേരാണ് വന്നിരിക്കുന്നത്. ഒന്നാം സ്ഥാനത്ത് അമിത്ഷാ തന്നെയാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.